എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. CPU ഷെഡ്യൂളിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മൾ പ്രീഎംപ്റ്റീവ് മോഡും നോൺ പ്രീഎംപ്റ്റീവ് മോഡും രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. ഔട്ട് ഓഫ് ഓൾ ദി അവൈലബിൾ പ്രോസസ്, CPU ഈസ് അസൈൻഡ് ടു ദി പ്രോസസ് ഹാവിംഗ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിൽ നിന്നും ഏത് പ്രോസസ്സിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അതാണ് എന്ത് ചെയ്യുക, CPU അസൈൻ ചെയ്ത് കൊടുക്കുക. പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിൽ നിന്നും ഏത് പ്രോസസ്സിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അല്ലേ, ആ പ്രോസസ്സാണ് എന്ത് ചെയ്യുക, CPU അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം എന്തെങ്കിലും ടൈ വരികയാണെങ്കിൽ അല്ലേ, ഇൻ കേസ് ഓഫ് എ ടൈ ഇറ്റ് ഈസ് ബ്രോക്കൺ ബൈ FCFS ഷെഡ്യൂളിംഗ് അല്ലേ. അപ്പോൾ ടൈ വരാൻ എന്താണ്, രണ്ട് പ്രോസസ്സിന് ഒരേ പ്രയോറിറ്റി വരികയാണെങ്കിൽ, ഇപ്പം രണ്ട് പ്രോസസ്സിന് ഒരേ പ്രയോറിറ്റി വരികയാണെങ്കിൽ ഏത് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യേണ്ടത്, FCFS ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ആദ്യം വരുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുക, ആദ്യം അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ടൈ വരുന്ന കേസിൽ, അതായത് രണ്ട് പ്രോസസ്സിന് സെയിം പ്രയോറിറ്റി ആണെങ്കിൽ ഏത് പ്രോസസ്സാണോ ആദ്യം വന്നത് അതാണ് എന്ത് ചെയ്യുക, ആദ്യം CPU അസൈൻ ചെയ്ത് കൊടുക്കുക. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് പ്രീഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രീഎംപ്റ്റീവ് മോഡ്. അപ്പോൾ നമുക്ക് ഈ പ്രീഎംപ്റ്റീവ് മോഡിലും ഇത് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നോൺ പ്രീഎംപ്റ്റീവ് മോഡിലും ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നോൺ പ്രീഎംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 പ്രോസസ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ, P1, P2, P3 ആൻഡ് P4. അതിന്റെ അറൈവൽ ടൈമും ബേസ്റ്റ് ടൈമും പ്രയോറിറ്റിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് 4 പ്രോസസ്സുള്ളത് P1, P2, P3, P4 അല്ലേ. അപ്പോൾ ഓരോന്നിന്റെ എന്തുണ്ട്, അറൈവൽ ടൈമും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. കൂടാതെ എന്തുണ്ട്, ഓരോ പ്രോസസ്സിന്റെയും പ്രയോറിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തരും കേട്ടോ, ഏതാണ് ഹയർ പ്രയോറിറ്റി ഏതാണ് ലോവർ പ്രയോറിറ്റി അല്ലേ. ഇപ്പോൾ ഈ 1 ആണെന്ത് ഇവിടെ ഹയർ പ്രയോറിറ്റി, അതുപോലെ തന്നെ 4 ആണെന്ത് ലോവർ പ്രയോറിറ്റി. സോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഏതിനാണ്, ഈ ഒരു P2 അല്ലേ. ദെൻ പിന്നെ പ്രയോറിറ്റി ഉള്ള ഏതിനാണ്, അത് P1 പിന്നെ പ്രയോറിറ്റി ഉള്ളത് അത് 3 വരുന്ന P4 ദെൻ ഏറ്റവും ലോവർ പ്രയോറിറ്റി ഉള്ളത് ഏതാണ്, P3 സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, പ്രയോറിറ്റി വരിക. സോ ഇവിടെ 1 വരുന്ന P2 ആണ് ഹയർ പ്രയോറിറ്റി, 4 വരുന്ന P3 ഏറ്റവും ലോവർ പ്രയോറിറ്റി. ഇനി നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, ടൈം യൂണിറ്റ് 0 സോ 0 ഏത് പ്രോസസ്സാണ് വരുന്നത്, 0 നമുക്ക് 2 പ്രോസസ്സ് വരുന്നുണ്ട് അല്ലേ, P1 വരുന്നുണ്ട്, P2 വരുന്നുണ്ട്. പക്ഷെ അവിടെ പ്രയോറിറ്റി നോക്കുക, ഏതാണ് കൂടുതൽ ഉള്ളത്, P2 അല്ലേ, കാരണം P2 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. സോ ആദ്യം ഏതാണ് ഷെഡ്യൂൾ ചെയ്യുക, P2 ആണ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. സോ 0th ടൈമിൽ എന്ത് ചെയ്യും, ആദ്യം P2 ഷെഡ്യൂൾ ചെയ്യും. ദെൻ CPUന്റെ ബേസ് ടൈമിലെ എക്സിക്യൂഷൻ ടൈം എത്രയാണ്, 3 യൂണിറ്റ് ആണ്. സോ ഇത് 0 മുതൽ 3 വരെ എന്ത് ചെയ്യും, P2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അടുത്ത പ്രയോറിറ്റി ഏതിനുള്ളത് നോക്കുക അല്ലേ. അപ്പം 1 കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി ഏതിനാണ് വരുന്നത്, 2 അല്ലേ. അപ്പോൾ ഈ 2 ഏതാണ്, അത് P1 ആണ് അല്ലേ. സോ P1 അല്ലേ, എൻ്റെ എക്സിക്യൂഷൻ ടൈം എത്രയാണ്, P1ൻ്റെത് 21 ആണ് അല്ലേ. സോ 3 + 21 അല്ലേ, അങ്ങനെ 24 വരെ എന്ത് ചെയ്യും, ഈ P1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അടുത്ത പ്രയോറിറ്റി ഏതിനാണുള്ളത്, അത് P4 അല്ലേ. സോ P4 എന്ത് ചെയ്യും, 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ P4 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് 27 യൂണിറ്റ് ആയി. ദെൻ പിന്നെ ഏതാണ് വരുന്നത്, ഏറ്റവും ലോസ്റ്റ് പ്രയോറിറ്റി ഉള്ള P3 ആണ്. സോ P3 എത്ര യൂണിറ്റ് ആണ്, അത് 4 യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. P3 4 യൂണിറ്റ് ഇട്ടുമ്പോൾ 31 ആയി അല്ലേ. സോ P2ന്റെ കംപ്ലീഷൻ ടൈം അല്ലേ, അല്ലെങ്കിൽ എക്സിറ്റ് ടൈം എത്രയാണ്, 3 ആണ്. P1ന്റെ കംപ്ലീഷൻ ടൈം അല്ലേ, അല്ലെങ്കിൽ എക്സിറ്റ് ടൈം എത്രയാണ്, 24 ആണ്. P4ന്റെ എത്രയാണ്, 27 ആണ്. P3ന്റെ എത്രയാണ്, 31 ആണ് അല്ലേ. സോ നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും നോക്കാം. സോ 4 പ്രോസസ്സിൻ്റെ നമ്മൾ എക്സിറ്റ് ടൈമിലെ അല്ലെ കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ചാണ്. P1 24 ആണ്, P2 3 ആണ്, P3 31 ആണ്, P4 27 ആണ്. ഇനി നമുക്ക് ടേൺ അറൗണ്ട് ടൈം ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാം, കംപ്ലീഷൻ ടൈം അല്ലേ, അല്ലെങ്കിൽ എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. കംപ്ലീഷൻ ടൈം അല്ലെങ്കിൽ എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം അല്ലേ. അങ്ങനെ P1 എത്ര കിട്ടും, 24, P2 3 കിട്ടും, P3 29 കിട്ടും, P4 21 കിട്ടും. ദെൻ വെയിറ്റിംഗ് ടൈം അല്ലേ, അതിന്റെ ഇക്വേഷൻ എന്തിനി, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം അല്ലേ, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. സോ അത് ചെയ്താൽ നമുക്ക് P1 3, P2 0, ദെൻ P3 25, P4 18 കിട്ടും. ഇനി ആവറേജ് ടേൺ അറൗണ്ട് ടൈം അല്ലേ. സോ ടോട്ടൽ ടേൺ അറൗണ്ട് ടൈം ബൈ എത്ര ആണല്ലേ, എത്ര പ്രോസസ് ആണോ അത്രയും ചെയ്യുക അല്ലേ. അപ്പൊ ഏതാണ് വരിക, 24 + 3 + 29 + 21 ബൈ എന്ത് വരും, 4 വരും അല്ലേ. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 77/4 അത്രയാണ് 19.25 യൂണിറ്റ് ആണ്. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം അല്ലേ, ടോട്ടൽ വെയിറ്റിംഗ് ടൈം ബൈ 4 അല്ലേ. ടോട്ടൽ എത്രയാണ്, 3 + 0 + 25 + 18/4 അല്ലേ. ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 46/4 അല്ലേ. അത് എത്രയാണ്, 11.5 യൂണിറ്റ് ആണ്.
ഇനിയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത് പ്രീഎംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 പ്രോസസ്സ് കൺസിഡർ ചെയ്യാം അല്ലേ? P1, P2, P3, P4, P5 അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അറൈവൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രയോറിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്ന പ്രോസസ് ഏതാണ്? അത് P3 ആണ്. ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഏതാണ്? അത് P4 ആണ്. ഇനി നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ് അല്ല ആദ്യം എടുക്കുക അല്ലേ? ആദ്യം ഏതാണോ 0th ടൈമിൽ അറൈവ് ചെയ്തത് ആ പ്രോസസ്സാണ് എടുക്കുക. ഇവിടെ നോക്കല്ലേ, 0th ടൈം വന്ന ഏതാണ്? അത് P2 ആണ്. സോ P2 എന്ത് ചെയ്യും? ആദ്യം അസൈൻ ചെയ്യും. P2 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആര് വരുന്നുണ്ട് ഇവിടെ? P1 വരുന്നുണ്ട് അല്ലേ? P2 ഈ ഒരു 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആര് വരും? P1 വരുന്നുണ്ട്. ഇവിടെ P1 വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇപ്പം P2 എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത്? 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത്. സോ P2ന്റെ ബാക്കി എത്ര വരും? P2 ടോട്ടൽ എത്രയാണ്? 6 ആണ്. 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ബാക്കി എത്ര വരും? 4 ഉണ്ടാവും അല്ലേ? ഇനി നമുക്ക് നോക്കാം. P1 വരികയാണ് അല്ലേ? P1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി കമ്പയർ ചെയ്യണം. അതായത് ഈ ഒരു P2 തന്നെ കണ്ടിന്യൂ ചെയ്യോ അല്ലെങ്കിൽ P1 അസൈൻ ചെയ്യോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ പ്രയോറിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി കഴിഞ്ഞാൽ വരിക അത് P1 വരിക അല്ലേ? സോ എന്ത് ചെയ്യും? P1 അസൈൻ ചെയ്യും. P1 അസൈൻ ചെയ്യുമ്പോൾ P2 എങ്ങോട്ടേക്ക് പോകും? P2 റെഡി ക്യൂലേക്ക് അല്ലെ റെഡ്യൂസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ P1 എന്ത് ചെയ്ത്? അസൈൻ ചെയ്ത്. ദെൻ P1 4 യൂണിറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് വരുന്നുണ്ട്? P3 വരുന്നുണ്ട്. സോ P1 എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യാണ്? 2 യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? നമ്മുടെ 2 + 2 4 കിട്ടും. ദെൻ ഇവിടെ ടോട്ടൽ എത്രയാണ്? 5 ആണ്. അതിൽ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ബാക്കി എത്ര യൂണിറ്റ് ഉണ്ടാവുക? ബാക്കി 3 യൂണിറ്റ് ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് നോക്കാം. 4th ടൈമിൽ എന്ത് വന്ന്? P3 വന്ന്. ദെൻ P3ന്റെ പ്രയോറിറ്റി നോക്കാം. P3ക്കാണ് എന്ത്? ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലേ? അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള കേസിൽ എന്താണ്? വേറെ ഏത് പ്രോസസ് വന്നിട്ടും കാര്യമില്ല, കമ്പയർ ചെയ്തിട്ടും കാര്യമില്ല. എന്താണ്? അതാണ് എന്ത് ചെയ്യുക? മൊത്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. സോ P1 കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? P3 വരും. സോ P1 എങ്ങോട്ടേക്ക് പോകും? റെഡി സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ P3 എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ P3 എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് അല്ലേ? ഈ ഒരു 2 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ P3ന്റെ 4 + 2 നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യും? എക്സിറ്റ് ടൈം 6 കിട്ടും. ദെൻ ഈ 6ന്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? ഈ ഒരു P4 വരുന്നില്ലേ? ഇനി കമ്പയർ ചെയ്യുക. ഈ P4ന്റെ കേസ് എന്താണ്? അത് ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം അത് എന്ത് ചെയ്യും? ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു 5th യൂണിറ്റിനുള്ളിൽ വരുന്നത് P2 അതുപോലെ തന്നെ P1 ആണല്ലോ. ഇതിന്റെ രണ്ടിനും എന്ത് ചെയ്യുക? പ്രയോറിറ്റി കമ്പയർ ചെയ്യുക. സോ P2 P1 ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്? അത് എന്തിനാണ്? ഇത് P1 ആണ് അല്ലേ? സോ P1ന്റെ മൊത്തം അല്ലേ എത്രയാണ്? ബാക്കി എത്രയാണ്? 3 യൂണിറ്റ് ഉണ്ടാവും. അത് എക്സിക്യൂട്ട് ചെയ്യും. സോ 6 + 3 എന്താണ്? 9 യൂണിറ്റ് P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ്. സോ P1 എന്തായി? അത് കംപ്ലീറ്റ് ആയി. ദെൻ ഈ 9th യൂണിറ്റിനുള്ളിൽ പിന്നെ ഏതാ ഉള്ളത്? നമുക്കറിയാം P1 കംപ്ലീറ്റ് കഴിഞ്ഞാണ്. പിന്നെ P2 അതുപോലെ തന്നെ P5 ഉള്ളൂ. സോ P2ന്റെ P5ന് പ്രയോറിറ്റി നോക്കല്ലേ? P5 4 ആണ്, അതുപോലെ P2 3 ആണ്. സോ ഏത് എക്സിക്യൂട്ട് ചെയ്യും? P2 എക്സിക്യൂട്ട് ചെയ്യും. P2ന്റെ ബാക്കിയുള്ള 4 യൂണിറ്റ് എക്സിക്യൂട്ട് അല്ലേ? P2ന്റെ ബാക്കി എത്ര ഒരു 9 + 4 എത്രയാണ്? 13 കിട്ടും. സോ P2 എന്തായി? കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആയി. പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാണ്? P5 അതുപോലെ തന്നെ എന്താണ്? P4 ആണ് അല്ലേ? സോ P5നെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. സോ P5ന്റെ കംപ്ലീറ്റ് അല്ലേ? അത് എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. സോ 13 + 1 അല്ലേ? അങ്ങനെ നമുക്ക് 14 കിട്ടും. ദെൻ ഏറ്റവും ലോസ്റ്റ് പ്രയോറിറ്റി ഏതാണ്? അത് P4 ആണ് അല്ലേ? സോ P4 എത്ര യൂണിറ്റ് ആണ്? ഇത് 3 യൂണിറ്റ് ആണ്. അങ്ങനെ P4 എത്രയാണ്? 14 + 3 17 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ P2ന്റെ എക്സിറ്റ് ടൈം എത്ര വരുന്നത്? അത് 13 ആണ്. P1ന്റെ എക്സിറ്റ് ടൈം എത്ര വരുന്നത്? അത് 9 ആണ്. ദെൻ P3ന്റെ എക്സിറ്റ് ടൈം എത്രയാണ് വരുന്നത്? അത് 6 ആണ്. ദെൻ P5ൻ്റെത് 14 ആണ്. P4ൻ്റെത് 17 ആണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കാണാം അല്ലേ? എങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക? കംപ്ലീഷൻ ടൈം അല്ലേ? അല്ലെങ്കിൽ എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം. അത് ചെയ്താൽ നമുക്ക് P1 7, P2 13, P3 2, P4 12, P5 7 എന്ന് കിട്ടും. അതേപോലെ വെയിറ്റിംഗ് ടൈം അല്ലേ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ്. സോ P1 2, P2 7, P3 0, P4 9, P5 6. എങ്ങനെയാണ് ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക? അല്ലേ? ടോട്ടൽ ടേൺ അറൗണ്ട് ടൈം ബൈ എന്നാണ് 5 ആണ്. 5 പ്രോസസ്സുകളുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 7, 13, 2, 12, 7 ബൈ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 41/5 എത്രയാണ്? 8.2 യൂണിറ്റ് ആണ്. എങ്ങനെയാണ് ആവറേജ് വെയിറ്റിംഗ് ടൈം കാണാം? ടോട്ടൽ വെയിറ്റിംഗ് ടൈം ബൈ എത്രയാണ്? 5 ആണ് അല്ലേ? ടോട്ടൽ എത്രയാണ്? 2 + 7 + 0 + 9 + 6/5 അല്ലേ? എത്രയാണ്? 24/5 എത്രയാണ്? 4.8 യൂണിറ്റ് ആണ്.